അപ്പം നമുക്ക് ഇന്ന് കുറച്ച് കൃഷിയെക്കുറിച്ച് സംസാരിക്കാം. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആയി. ഇപ്പോൾ ഈ ചെടികളൊക്കെ ഒരുവിധം വലുതായിട്ടുണ്ട്. അപ്പം ഞാനത് നട്ട രീതിയാണ് വീഡിയോ എടുത്ത് വെച്ചത്. അപ്പോൾ എനിക്കാണെങ്കിൽ അന്നൊന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇതിൻ്റെ വീഡിയോ, ബാക്കിയുള്ള വീഡിയോ അല്ല, ഈ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മണ്ണും ചവരിച്ചോറും രണ്ടും കൂടെ ഒരുപോലെ മിക്സ് ചെയ്തിട്ട് നടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഒരുപാട് നമുക്ക് ഈർപ്പമൊന്നും പോകാതെ വെള്ളം എപ്പോഴും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ നിൽക്കാമല്ലോ. വിത്തിനാകുമ്പോൾ ഈർപ്പം ഉള്ളപ്പോഴേ അത് മുളച്ച് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് അപ്പോൾ കുറച്ച് ചീരയും അതുപോലെ വെണ്ട, പടവലം, കുറച്ച് വഴുതനയും എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ചിരട്ടയ്ക്കകത്താകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിളിച്ച് വരുമ്പോൾ അത് മനസ്സിലാകും. ചിരട്ടയ്ക്കകത്താകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രയോജനമായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേരൊക്കെ വന്നു കഴിയുമ്പോൾ ആ ചെടി വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഇളക്കിയെടുക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി വളർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കിതൊക്കെ വെയിറ്റ് ചെയ്യാൻ, കുറച്ച് നമുക്ക് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എടുക്കുന്നെങ്കിലും അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു. അപ്പം നമുക്കിതിൻ്റെ റിസൾട്ടാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരുമിച്ച് കാണിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ സമാധാനമായിട്ട് ഇടുന്നത്. പിന്നൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മളെ കുറച്ച് പേര് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരെ തിരിച്ച് സപ്പോർട്ട് ചെയ്തു. പക്ഷെ നമ്മൾ തിരിച്ച് സപ്പോർട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർക്കെല്ലാം എപ്പോഴും കമൻറ്റ് ഇടുന്നില്ല, അവരുടെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുന്ന എല്ലാം ഉണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്ക് ചില സാഹചര്യം വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ പറ്റാത്ത. ഇപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മുടെ ചെടിയൊക്കെ വളർന്നിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് നല്ല കരുത്തോടെ തന്നെ എല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള നമുക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നടാൻ നേരത്ത് നമുക്ക് ഈ ചിരട്ടയിൽ നിന്ന് പെട്ടെന്ന് നമുക്കിതിങ്ങനെ ഊരിയെടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു വശം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ, അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കല്ലേ.